ഇതിലേക്കൂടെയൊക്കെ ചീങ്കണ്ണിയാണ് ഓടിപ്പോണെന്ന് കേട്ടോ. ഈ അക്വോറിയം കേട്ടോ. ഒറ്റക്കൊക്കെ പൊള്ളി. നമ്മുടെ ഇത് ഒറിജിനലാണെന്നാണ്, ഒറിജിനൽ സാധനമാണ്. ലൈറ്റ് പമ്മി മിന്നി. റോമി എന്താണ് സംഭവം എഴുതി കളിച്ചെന്ന് പറഞ്ഞാ ആൾക്കാരോട് അതെ പോണണ്ട. ഇതേപോലെ ഇങ്ങനെ പോയി. ഹലോ മച്ചന്മാരൊക്കെ അനിബാക്ഷൻ ബ്ലോഗ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ദുബായ് മോളിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളത് ദുബായ് അക്വേറിയം. അതായത് ദുബായ് അക്വേറിയം കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബുർജ് ഖലീഫയിലോട്ടും പോകും. അവിടുത്തെ വാട്ടർ ഡാൻസും കാണാൻ പോകും അല്ലേ? അതെ അതെ. അപ്പോൾ ഇതാണ് ദുബായ് അക്വേറിയം കേട്ടോ. വലിയൊരു അക്വേറിയമാണ്. ദുബായ് മാളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. പുഞ്ചിരി അറിഞ്ഞു മൊഴിഞ്ഞ് കബററകളെണ്ണി മാഞ്ഞ് അഗ്നി കൊണ്ട് മാറു പൊതിഞ്ഞ് എരിയും അറിയും നിറഞ്ഞ അച്ഛൻ്റെ വിഷ്ട കട്ടിപ്പുട്ടി പുശി വിശി കാശി കോശി നീട്ടി കെട്ടി പാട്ടാക്കാൻ കെട്ടി പാട്ടാക്കാൻ കെട്ടി പാട്ടാക്കാൻ കെട്ടി പാട്ടാക്കാൻ കെട്ടി പാട്ടാക്കാൻ കെട്ടി കാശി കോശി നീട്ടി എടുക്ക് കൊടുക്ക് വെടക്ക് പിടിച്ചാട്ടി. ടൂറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിനാഷണൽസ് ആണ്. ഇപ്പോൾ നമുക്ക് മലയാളികൾ മാത്രമല്ല മൾട്ടിനാഷണൽസിനെ അവിടെ കാണാൻ കിട്ടുന്നത്. എല്ലാവരും ഒരു വൈബാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കണ്ടില്ലേ? ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ സീയുടെ അകത്തോട്ട് നോക്കുന്നൊരു പ്രതീകമാണ്. ഒരിക്കലും ഒരു അക്യൂറേറ്റ് ഫീൽ ചെയ്യുന്നില്ല. കണ്ടില്ലേ? ദുബായിൽ എന്ത് ചെയ്താലും ഇവർ വമ്പൻ സെറ്റപ്പായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിൽ കൂടിയാണ് പുറത്തോട്ട് പോകുന്നത്. ഉള്ളിലോട്ട് പോകുമ്പോൾ ഇത് കണ്ട റസ്തിക്കൂടെ കണ്ട. ഇത് ദുബായ് മാളിൻ്റെ ഉള്ളിൽ സാധനം നിൽക്കാൻ നോക്കിയാൽ എൻ്റെ പൊന്നെ ഡിനോസർ കണ്ട. ഡിനോസറിൻ്റെ ഒരു വലിയ അസ്ഥിക്കൂടുണ്ട് കണ്ട. ഒറ്റക്കൊക്കെ പൊള്ളി ഒരു കൊട്ടാരത്തിലേക്ക് കയറിയൊരു ഫീലാണ് ഇവിടെ കണ്ട. അടിപൊളിയാണ് സംഭവം. ഇത് ഒറിജിനലാണെന്നാണ് ഇവർ എഴുതി കാണിക്കുന്നത് ഇവിടെ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഔദ്യോഗികമായിട്ട് അറിയില്ല. ഡിനോസറിൻ്റെ ഒറിജിനൽ സ്കെൽറ്റനാണെന്നാണ് ഇവിടെ എഴുതി കാണിച്ചേക്കുന്നത് കണ്ട. ഒറിജിനൽ സാധനമാണ്. എടുക്കുന്ന സംഭവം കൂടെ കാണിക്കുന്നുണ്ട്. When discovered, skeleton was found in sleeping position almost 360 pounds. ഇത് ഇവർ സ്കെൽറ്റൻ എടുക്കുന്ന സീനാണ് ഈ കാണുന്നത് കണ്ടോ. ഡിനോസറിൻ്റെ സ്കെൽറ്റൻ ഇതൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ 5 feet high, 25 years old. അങ്ങനെ നമ്മൾ ദുബായ് മാളിൽ ഒറിജിനൽ ഡിനോസർ സ്കെൽറ്റനെ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ വെറുതെ എഴുതി വെച്ചേക്കാണെന്ന് ഓർത്ത്. സംഭവം ഒറിജിനലാണിത്. 185 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനമാണിത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കേണ്ടത്. ഇത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നൊക്കെ എഴുതി കാണിക്കേണ്ട അവിടെ. അപ്പോൾ ഇത് ദുബായ് മാളുണ്ട്, കാണാത്തവർ വന്ന് കണ്ടോളൂട്ടോ. അതുകൊണ്ട് ഇവിടെ ടൂർണമെൻറ്റ് നടപ്പുണ്ട് ദുബായ് മാളിൽ. മറ്റേ നോക്കി അടിപൊളിയാണ്ടാ കണ്ടാ. വമ്പൻ ടൂർണമെൻറ്റ് നടക്കണം ഇവിടെ. വമ്പൻ ടൂർണമെൻറ്റ്. ഓ പൊളി കണ്ടാ. ഓണം നോക്കണ്ടേ മാതിരി. ഇതൊക്കെ ദുബായ് മാളിനുള്ളിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെവിടെ പോകണമെന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ മുമ്പിലാണ് വാട്ടർ ഡാൻസ്. അപ്പം നമുക്കിനി വാട്ടർ ഡാൻസ് കാണാൻ പോകാം. ഓക്കെ, ഇതാണ് ദുബായ് മാള്. ദുബായ് മാളിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് കാണാൻ കേട്ടോ. രാത്രിയാണ് ഇവിടെ ഭംഗി. അവിടെ ഹോട്ടൽസൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം കണ്ട. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് വാട്ടർ ഡാൻസ് കാണാം. ഓക്കെ, ബുർജ് ഖലീഫ കാണണമെങ്കിൽ രാത്രി തന്നെ വരണം കണ്ട. അടിപൊളിയാണ്. ലൈറ്റൊക്കെ ഇട്ട് വെറുതെ പൊളിച്ച് നല്ല രസമാണ് കാണാൻ ബുർജ് ഖലീഫ. രാത്രി ഇങ്ങനെ മിന്നിയവൻ തിളങ്ങി അങ്ങനെ നിൽക്കും കണ്ട. അതിൽ ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമത്തെ ആ നിലയിലാണ് നമ്മുടെ മോഹൻലാലിൻ്റെ സ്വന്തം ഫ്ലാറ്റ്. മോഹൻലാലിന് ഇവിടെ സ്വന്തം ഇതുള്ളതാണ് ബുർജ് ഖലീഫയിൽ റൂമുള്ളതാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ജനങ്ങളാണ് ഈ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി കണ്ട. നമുക്ക് വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി പുറകെ പോകാം. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് കാണാം. ദുബായ് മാൾ രാത്രി നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല സൂപ്പറാണ്. നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇവിടെയാണ് വാട്ടർ ഡാൻസ് ഉള്ളത് കേട്ടോ. അതായത് ബുർജ് ഖലീഫയുടെ നേരെ ഓപ്പോസിറ്റാണ് വാട്ടർ ഡാൻസ് ഒക്കെ ഉള്ളത്. കണ്ടോ, അടിപൊളി ആയിക്കോട്ടെ. വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി അങ്ങനെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് ദുബായ് കാണാൻ തന്നെ നല്ല സൗന്ദര്യം കണ്ടോ. ഇതിലെ കൂടി ചെറിയൊരു ബോട്ടൊക്കെ വന്നുണ്ട്. ടൂറിസ്റ്റ് വരുമ്പോൾ ഇതിലെ കൂടി അവർ ബോട്ടിലൊക്കെ കയറി ഇങ്ങനെ നടക്കും കണ്ടോ.
കണ്ടോ അതേ പോകണ്ട ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ടൂറിസ്റ്റൊക്കെ വന്നിട്ട് ഇതിലിങ്ങനെ യാത്ര ബോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നടുക്കായിട്ട് വാട്ടർ ഡാൻസും കാണാം. കുറച്ച് ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ രാത്രി ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കണേ കേട്ടോ. എല്ലാ ബിൽഡിങ്ങും അതോടെ ഇവിടുത്തെ പനയും എല്ലാ സംഭവവും രാത്രിയാണ് കാണാൻ നല്ല ഭംഗി. രാത്രിയാകുമ്പോൾ ഇവരിങ്ങനെ കോഫിയൊക്കെ കഴിക്കാൻ പറ്റും. കംപ്ലീറ്റ് ആൾക്കാർ രാത്രിയാണ് ദുബായിയുടെ സൗന്ദര്യം കാണാൻ വേണ്ടി ഇറങ്ങണത്. കണ്ടോ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ പോയി നിന്നിട്ട് വേണം നമുക്ക് ഡാൻസ് കാണാൻ വേണ്ടി. കാരണം ഇവിടെ ജനങ്ങൾ തിക്കും തിരക്കും ആയതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി നിർത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കാണാം. ഇതുപോലെ യെല്ലോ ബോക്സ് ഉണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കണം. അല്ലാണ്ട് ചിലവിടാന്നും പറഞ്ഞ് നിൽക്കാമെന്ന് ആരും വിചാരിക്കണ്ട. യെല്ലോ ബോക്സിൽ കയറി നിന്നാൽ മാത്രമേ നമുക്കിത് ഇവിടെ ആ ഡാൻസിൻ്റെ പരിപാടി കാണാൻ പറ്റുള്ളൂ. കണ്ടോ ബുർജ് ഖലീഫ. റോമി എന്താണ് സംഭവം എഴുതി കളിച്ചെന്ന് പറഞ്ഞിട്ടാ ആൾക്കാരോട്? ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രെൻഡാണ് ഈ എന്താ പറയുക മില്യനേഴ്സിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇവന്റ് ഒക്കെ വരുമ്പോൾ ഇവിടെ അതിന്റെ പരസ്യം റൺ ചെയ്യും. നമ്മുടെ ബുർജ് ഖലീഫയിൽ പരസ്യം റൺ ചെയ്യും അല്ലേ? നേരത്തെ എഴുതി കാണിച്ചു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരൂഖിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു ടിക്ടോക്കറിന്റെ ബർത്ത്ഡേക്ക് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മുടെ ഫ്ലാഗ് ഇവിടെ റൺ ചെയ്യും. അങ്ങനെ ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി മാറി മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ വഞ്ചി ഇവിടെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നമ്മുടെ ജീവിതം ആഘോഷിക്കാം. ഇപ്പോൾ ഇവിടെ ഫൗണ്ടൻ ഡാൻസ് തുടങ്ങും. അത് നമുക്ക് കാണാട്ടോ. ഓക്കെ. MR എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെയാണ് ഈ കാണുന്ന കംപ്ലീറ്റ് പ്രോപ്പർട്ടി. MR എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെയാണ്. അവരുടെ തന്നെയാണ് ദുബായ് മാളും ബുർജ് ഖലീഫയും. മനസ്സിലായോ? MR എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കണ്ടാ അവരുടെയാണ് ഈ സ്ഥലം മുഴുവനും. ആശാനെ ഇവന്മാരുടെ സാര ടീമല്ല, MR മൊട്ടൻ ടീമാണ്ടാ. അങ്ങനെ ആ വെള്ളത്തിൽ ലൈറ്റ് പമ്മി മിന്നി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ തുടങ്ങോട്ടെ, നമുക്ക് കാണാം. മച്ചാന്മാരെ കളി വേറെ ലെവൽ. മനോഹരം.
നമ്മുടെ മലയാളികളുടെ അഹങ്കാരം ലാലേട്ടൻ താമസിക്കുന്ന സ്വന്തം ഫ്ലാറ്റ് കൊണ്ട് തുറച്ചിരിപ്പല് കണ്ടില്ലേ, വേറെ ലെവല് ദുബായ്. പക്ഷേ വരെ ഈ പ്രൊഡക്റ്റ് വിളിച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ മച്ചന്മാരെ ആ ബെൽ ബട്ടൺ ഒരു വെടി അങ്ങനത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉമ്മ. ഇതിൻ്റെ ലോക്ക് സ്റ്റോക്ക് അടിപൊളിയാണ് കേട്ടോ, സംഭവം അടിപൊളിയാണ്. തുറക്കടാ. സൂപ്പർ എക്സ്പീരിയൻസ്. നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഇത് കൂടാതെ ഫോർഡിൻ്റെ വാഹനം കിടപ്പുണ്ട് കേട്ടോ. ഫോർഡിൻ്റെ 8 ഐറ്റം വേണമെങ്കിൽ ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണം. ദുബായിൽ വല്ല ഫംഗ്ഷനോ വല്ല കല്യാണമായ പല രീതിയിലുള്ള പല വൈബിലുള്ള പല മൂഡിലുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. ഇതും അതേപോലെ തന്നെ വേറൊരു വാഹനമാണ്. ഇവരുടെ 3-4 വാഹനമുണ്ട്. നമുക്കിനി ഇത് കാണാം.